നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ FC ബാഴ്സലോണയുടെ ഒന്നാം സ്ഥാനത്തുള്ള കുതിപ്പ് തുടരുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ വലിച്ചു കീറി ഒരു മൂലയിലേക്ക് ഇട്ടിട്ടുണ്ട്. 1-3 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് ക്യാമ്പ് നൗവിൽ FC ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത്. റാഫീഞ്ഞ മടങ്ങി വരവിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ, പിന്നെ ഡാനി ഓൾമോയുടെ ഗോൾ. ആകെ ഒരു നിരാശ. ഡാനി ഓൾമോക്ക് പരിക്ക് പറ്റി, അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുന്നു. കുറച്ചധികം കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. പിന്നെ ടോറസ് അവസാന ഘട്ടത്തിൽ ഗോളടിച്ചു. അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ബെയ്നെയാണ് ഗോളടിച്ചിരുന്നത്. മത്സരത്തിൽ FC ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലാമിനെ യമാലും റോബർട്ട് ലെവൻഡോസ്കിയും റാഫീഞ്ഞയും ഒരുമിച്ച് ഇറങ്ങി. മറുഭാഗത്ത് ഹുലിയൻ ആൽവാരസിനെ മുന്നിൽ നിർത്തി. ഒപ്പം നിക്കോ ഗോൺസാലസും ഹുലിയാനോ സിമിയോണിയും ഒക്കെ ചേരുന്നൊരു മുന്നേറ്റ നിരയും കൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇറങ്ങിയത്. കളിയുടെ 19-ാമത്തെ മിനിറ്റിൽ ബെയ്നയിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഡെടുത്തു. പക്ഷേ പിന്നീട് FC ബാഴ്സലോണ തിരികെ ഗോൾ വർഷം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കളിയുടെ 26-ാമത്തെ മിനിറ്റിൽ പെഡ്രിയുടെ മികച്ചൊരു അസിസ്റ്റിൽ നിന്ന് റാഫീഞ്ഞയുടെ ഗോൾ പിറന്നതോടുകൂടി മത്സരം 1-1 സമനില. ബാഴ്സയ്ക്ക് ലീഡെടുക്കാനുള്ള അവസരം 36-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി. പക്ഷേ റോബർട്ട് ലെവൻഡോസ്കിക്ക് അത് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഏതായാലും ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം 1-1 സമനിലയായിരുന്നു. അതിനുശേഷം രണ്ടാം പകുതിയിൽ 65-ാമത്തെ മിനിറ്റിൽ ലെവൻഡോസ്കിയുടെ അസിസ്റ്റിൽ നിന്ന് ഡാനി ഓൾമോ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ഓൾമോക്ക് ആ പ്രോസസ്സിൽ പരിക്ക് പറ്റുന്നു. അദ്ദേഹത്തെ പിൻവലിച്ച് മാർക്കസ് റാഷ്ഫോർഡിനെ കളിക്കളത്തിലേക്ക് ഇറക്കി കോച്ച് ഹാൻസി ഫ്ലിക്ക്. ഏതായാലും പിന്നീട് കളിയുടെ അവസാന ഘട്ടത്തിൽ ബാൽഡിയുടെ അസിസ്റ്റിൽ നിന്ന് ടോണസിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ 1-3 ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നു. 15 കളികളിൽ നിന്ന് 37 പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് ബാഴ്സ വിരാജിക്കുന്ന ലാലിഗ ടേബിളിൽ. 14 കളികളിൽ നിന്ന് 33 പോയിന്റായിട്ട് റയലാണ് രണ്ടാമത്. ഇന്നത്തെ കളി റയലിന് ക്രൂഷ്യലാണ്. ജയിച്ചാൽ ബാഴ്സയുമായിട്ടുള്ള പോയിന്റ് അന്തരം വീണ്ടും ഒന്നാക്കി കുറക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഇതൊരു എവേ മത്സരമാണ് റയലിന്. എവേ മത്സരങ്ങളിൽ മുട്ടിടിക്കുന്ന റയൽ എന്നുള്ളത് സമീപകാലത്തൊരു തുടർക്കാഴ്ചയാണ്. അത് അവർക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.